2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേക വാശിയും വീറും പ്രകടിപ്പിക്കാൻ പോകുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. മറ്റ് 13 ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകാൻ പോകുന്ന മത്സരം. BJP തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഒരു ജില്ല. വിപ്ലവ വീര്യം ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ് ആലപ്പുഴ ജില്ല. പുന്നപ്ര, അതുപോലെ തന്നെ വമ്പന്മാരൊക്കെ തന്നെ ജയിച്ചു കയറി വന്നിട്ടുള്ള ജില്ല കൂടിയാണ് ആലപ്പുഴ. AK ആന്റണിയും VS അച്യുതാനന്ദനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒക്കെ തന്നെ വിജയിച്ചു വന്നിട്ടുള്ള ജില്ല. പ്രഗത്ഭരുടെ പ്രതിഭാധനന്മാരുടെ ജില്ലയാണ്. തകഴി ശിവശങ്കരപ്പിള്ളയും വയലാർ രാമവർമ്മയും അതുപോലെ തന്നെ KPSC നാടക സംഘവും ഒക്കെയുള്ള ഒരു ജില്ല. എന്തുകൊണ്ടും വിപ്ലവ ആവേശം പകർന്നു കിട്ടിയ ജില്ലയിൽ ഇപ്പോൾ കാറ്റ് മാറി വീശി തുടങ്ങിയിരിക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പില് LDFന് ആലപ്പുഴയിൽ നിന്ന് മാത്രമാണ് ഒരു കനൽത്തരി ഉണ്ടായത്. അതും വെറും ഒരു 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും പിന്നീട് നടന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും കണക്ക് നോക്കുമ്പോൾ ആലപ്പുഴയിൽ എത്രത്തോളം ഏത് മുന്നണിയാണ് കടന്നു കയറുന്നത്, മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് ആലപ്പുഴയ്ക്ക് മറ്റൊരു മുഖമാണ് അവിടെ ലഭിച്ചത്. കാരണം BJPയിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ മത്സര രംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചിത്രമാകെ മാറുകയാണ്. 2,99,000 ഏതാണ്ട് 3 ലക്ഷത്തോളം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് പിടിച്ചെടുത്തത്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ഇടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മുൻപ് ആറ്റിങ്ങലും 2016 പാലക്കാടും എവിടെയും ഇളക്കി മറിച്ച് BJPയുടെ ആ ഒരു വിത്ത് പാകിപ്പോകുന്ന ഒരു രീതിയാണ്. വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് BJP ഇക്കുറി ആലപ്പുഴ ജില്ലയിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. KC വേണുഗോപാല് അവിടെ 63,513 വോട്ടാണ് നേടിയത്. അപ്പോൾ ഈ ശോഭാ സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കുമ്പോൾ 3 ലക്ഷം വോട്ട് ലഭിക്കുമ്പോൾ ഓർക്കണം, 2019 ലഭിച്ചതിനേക്കാൾ 1,10,000 വോട്ട് കൂടുതലാണ് 24 ശോഭാ സുരേന്ദ്രൻ പിടിച്ചെടുത്തത്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ കായംകുളവും ഹരിപ്പാടും BJP 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. 1ാം സ്ഥാനവുമായിട്ട് വലിയ അന്തരമില്ല എന്നുകൂടി ഓർക്കണം. അതുപോലെ 3ാം സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുകയാണ് അമ്പലപ്പുഴ. ഈ അമ്പലപ്പുഴയിൽ 3ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ വെറും 110 വോട്ടിന് മാത്രമാണ് 2ാം സ്ഥാനവുമായിട്ടുള്ള വ്യത്യാസമെന്ന് ഓർക്കണം. ചുരുക്കി പറഞ്ഞാൽ 2ാം സ്ഥാനത്ത് തന്നെയാണ് BJP അമ്പലപ്പുഴയിലും നിൽക്കുന്നത്. പുന്നപ്ര സ്മാരകം നിൽക്കുന്നത് അമ്പലപ്പുഴ ഭാഗത്താണ് എന്നുകൂടി ഓർക്കണം. അവിടെ സുധാകരനെ മാറ്റി നിർത്തിയതിൽ പാർട്ടിക്ക് അവിടെ വലിയ ക്ഷീണം ഉണ്ടായി എന്ന് പിൽക്കാലത്ത് അവർ മനസ്സിലാക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലാണ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം. ആ പാർലമെന്റ് മണ്ഡലത്തില് ഒരു കാലത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറി വന്ന കൊടിക്കുന്നിൽ സുരേഷ് 2024 വരുമ്പോൾ വെറും 10,000 വോട്ടിന് മാത്രമാണ് വിജയിക്കുന്നത്. ഇക്കുറി എന്തായാലും LDFന് നിയമസഭാ തെരഞ്ഞെടുപ്പില് വലിയ വീഴ്ച സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് തെളിയുന്നത്. നിലവിൽ അവിടെ ഉള്ളതെന്ന് പറയുന്നത് 8 LDF ആണ്. 9 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. 8 LDF, 1 മാത്രമാണ് UDF നിൽക്കുന്നത്. അത് ഹരിപ്പാട് മണ്ഡലത്തിൽ മാത്രം. ഹരിപ്പാട് മണ്ഡലത്തിൽ ഏതാണ്ട് ഒരു 13,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ എന്നുകൂടി ഓർത്തിരിക്കണം. ആ ജില്ലയാണ് CPMന് നഷ്ടപ്പെടാൻ പോകുന്നത്. നോക്കുക, നമ്മൾ ഓരോ ജില്ലയിലെയും എടുത്തു വരുന്ന സമയത്ത് തിരുവനന്തപുരമായാലും കൊല്ലമായാലും ഇവിടെയൊക്കെ തന്നെ തിരുവനന്തപുരത്ത് BJP അതിശക്തമായിട്ട് നിൽക്കുകയാണ്.
ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ജില്ല കൂടിയാണ് തിരുവനന്തപുരം. കൊല്ലത്തേക്ക് വരുമ്പോൾ അത്രയും എല്ലായിടങ്ങളിലും ഉണ്ടാകുന്നില്ല. ചിലയിടങ്ങളിൽ ഇപ്പൊ ചാത്തന്നൂരിലും കൊല്ലത്തും ഒക്കെ തന്നെ അതിശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ അതിശക്തമായ തിരുവനന്തപുരം പോലെ തന്നെ അതിശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോകുന്ന ഇടമാണ് ആലപ്പുഴ ജില്ല. അപ്പോൾ ഇവിടെ നഷ്ടം CPM തന്നെ സംഭവിക്കും എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരമുള്ളത് കൊണ്ട് അതിലൊരു നല്ല പങ്ക് UDF കിട്ടും എന്നവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അത് നല്ല പങ്കും കിട്ടണമെന്നില്ല. LDF UDF അതുപോലെ തന്നെ BJP പോകുമെന്നുള്ളതാണ്. അവിടെ BDJS സാന്നിധ്യം കൂടി നോക്കണം. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഭൂരിപക്ഷം എങ്ങനെ കുറഞ്ഞു? BDJS സ്ഥാനാർത്ഥി അവിടെ വളരെ കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയും അവിടെ ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രവർത്തിച്ചു. ഇതൊക്കെ വലിയ ഒരു മുന്നേറ്റം. ഈഴവ വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടായി എന്ന് CPM മനസ്സിലാക്കിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. അതിൽ നിന്നാണ് അവരൊരു പാഠം ഉൾക്കൊണ്ട് ഈ ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കുന്നതിന് വേണ്ടി അവർ CPMകാർ വലിയ അയ്യപ്പ ഭക്തി കാണിച്ചതും അയ്യപ്പ സംഗമത്തിലേക്ക് ഒക്കെ പോയതും. കാരണം പാർട്ടി വോട്ടുകളിൽ നല്ല പങ്ക് ഈ ഈഴവ സമുദായത്തിനാണ്. അവരൊക്കെ തന്നെ അയ്യപ്പ വിശ്വാസികളാണ്. ആ വോട്ട് തിരിച്ചു പിടിക്കാം എന്നുള്ള ഒരു കണക്ക് കൂട്ടലായിരുന്നു. പക്ഷേ അതിലും വലിയ വീഴ്ചയാണ് പാർട്ടിക്ക് നേരിട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ശബരിമല വിഷയവും ആലപ്പുഴ ജില്ലയിൽ CPM LDF കനത്ത പ്രഹരം ഏൽപ്പിക്കും എന്ന് തന്നെയാണ് തെളിയുന്നത്. പ്രത്യേകിച്ച് CPM ഏറ്റവും കൂടുതൽ വിഭാഗീയത നിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. പാർട്ടി താഴെത്തട്ടില് കുട്ടനാട് ഭാഗത്ത് നിന്നൊക്കെ തന്നെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നൊക്കെ കൂട്ടത്തോടെ BJP പോയിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ നിന്ന് BJP പോയവരുടെ കുറിച്ചും ഇവിടെയുള്ളവർ അറിയുന്നുണ്ട്. ഇവിടെ നിന്നും BJP ഒഴുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആലപ്പുഴ ജില്ലയിൽ കായംകുളം അതിപ്രധാനമായിട്ടുള്ളതാണ്. തിരുവനന്തപുരം ജില്ലയിൽ നേമവും കഴക്കൂട്ടവും വട്ടിയൂർക്കാവും കാട്ടാക്കടയും BJP എത്ര ഉന്നം വെക്കുന്നുവോ അതുപോലെ തന്നെ ഉന്നം വെക്കുന്ന മണ്ഡലമാണ് അമ്പലപ്പുഴയും കായംകുളവും. ഇതിൽ അതിപ്രധാനമായിട്ടുള്ള ഒന്നാണ് കായംകുളം. കായംകുളത്ത് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ നീക്കം. അതുകൊണ്ട് തന്നെ ഇവർക്ക് UDF വിജയം കൂടുതലായിട്ടുണ്ടാകും എന്നവർ കണക്ക് കൂട്ടുന്നുണ്ട്. 9 ഇടങ്ങളിൽ എങ്ങനെ വന്നാലും ഒരു 5-6 ഇടങ്ങളിൽ UDF സാധ്യതയിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. എന്തായാലും 2 ഇടത്ത് BJP വിജയം ഉണ്ടാകും എന്ന് പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട്. ആലപ്പുഴയിലെ രാഷ്ട്രീയ കാലാവസ്ഥ മറിയുകയാണ്. വിപ്ലവ വീര്യത്തിന്റെ മണ്ണിൽ നിന്ന് എന്നേക്കുമായി മാറ്റം സംഭവിക്കും എന്നുള്ളത് വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.